NMR റസാഖ് ഒരു ത്രികോണ മത്സരത്തിനെ പറ്റി യോജിച്ച സ്ഥാനാർത്ഥിയാണോ എന്ന ചോദ്യത്തിനോട് പ്രസക്തിയില്ല. കാരണം LDF അവിടെ ഒരു ത്രികോണ മത്സരത്തിന് സജ്ജമായിട്ടുള്ള ഒരു മുന്നണിയല്ല എന്നുള്ളതാണ് അവിടുത്തെ വസ്തുത. അതായത് NMR റസാഖ് അവിടെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. ആ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ വന്നതിന് ശേഷമാണ് LDFന്റെ വോട്ട് ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നത്. NN കൃഷ്ണദാസ് മത്സരിക്കുമ്പോൾ പാലക്കാട് വലിയ സമ്മതിയുള്ള LDFന്റെ വോട്ട് കഴിഞ്ഞ NN കൃഷ്ണദാസ് വലിയ ജനസമ്മതിയുള്ള ഒരു നേതാവാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് CPIM കേന്ദ്രങ്ങളെ വരെ ഞെട്ടിച്ചിരുന്നു. അതിന് കാരണം എന്താണ്? പാലക്കാട് നഗരം എന്ന് പറയുന്നത് എപ്പോഴും RSSന് വലിയ ശക്തിയുള്ള ഒരു കേന്ദ്രമാണ്. അവിടെ ഒരുപക്ഷെ RSS രൂപീകരിക്കുമ്പോൾ തന്നെ ശാഖ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം ആണ് പാലക്കാട് നഗരത്തിലുള്ള മൂത്താന്തറ അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരമൊരു സ്ഥലത്ത്, വലിയ സ്വാധീനമുള്ള സ്ഥലത്ത് BJP വിജയിക്കാൻ പോകുന്നു എന്ന ഒരു ചിന്ത വോട്ടർമാർക്കിടയിലേക്ക് വന്നപ്പോൾ അവിടെ ഷാഫി പറമ്പിൽ അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ടാകുന്നു. അവിടെ ആ തരംഗമുണ്ടാകുന്ന ഷാഫിയുടെ വ്യക്തിപ്രഭാവം മാത്രമല്ല, മറിച്ച് നഗരത്തിനകത്ത് ഉള്ള അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ രീതിയിൽ വോട്ട് ഷെയറുള്ള ഒരു മണ്ഡലമാണ്. അതിൽ കുറേയൊക്കെ CPIM കൂടി ഉള്ളതാണ്. അങ്ങനെയാണ് TK നൗഷാദൊക്കെ ഇവിടെ വിജയിച്ചു വന്നിരുന്നത്. ആ വോട്ടിൽ ഒരു വലിയ ഗണ്യമായ വോട്ട് ഷാഫി പറമ്പിൽ അനുകൂലമായിട്ട് പോകുന്നു. അതിനും അപ്പുറത്ത് നമ്മൾ കാണേണ്ടത് അവിടെ 3 പഞ്ചായത്തുകൾ, നഗരസഭയ്ക്ക് പുറമെ 3 പഞ്ചായത്തുകളാണുള്ളത്. പിരായിരി, മാത്തൂര്, കോട്ടായി. ഈ 3 പഞ്ചായത്തുകൾ 2 പഞ്ചായത്തുകളും LDFന്റെ കോട്ടകളാണ്. കണ്ണാടി. ഈ 2 പഞ്ചായത്തുകൾ LDFന്റെ കോട്ടകളാണ്. നിങ്ങൾ കഴിഞ്ഞ തവണത്തെ 2023 തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം വരെ അവിടെ വിജയിക്കാൻ പോകുന്നത് NDA സ്ഥാനാർത്ഥിയാണ് എന്നുള്ള നിലയിലായിരുന്നു കാര്യങ്ങൾ പോലും. നമ്മൾ TV സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. അവിടെ മത്സരിച്ച് വിജയിക്കാൻ പോവുകയാണ്. അതായത് ഷാഫി ഏതാണ്ട് ശ്രീധരൻ 5000 വോട്ടിന് ഏറ്റവും അവസാന നിമിഷം വരെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ നിന്നാണ് പെട്ടെന്ന് അത് കണ്ണാടിയിലെയും മാത്തൂരിലെയും വോട്ടുകളാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അവിടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് LDFന്റെ വോട്ടുകളാണ്. ആ LDFന്റെ വോട്ടുകൾ ഷാഫി പറമ്പിലിന് കിട്ടിയത്. ഷാഫി പറമ്പിന് കിട്ടിയതല്ല, അത് BJPക്ക് എതിരായിട്ട് അവിടെ പോൾ ചെയ്യപ്പെട്ടതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് കിട്ടിയത്. നിങ്ങൾക്ക് വേറൊരു കണക്ക് കൂടി ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 9,727 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പാലക്കാട് മണ്ഡലത്തിൽ UDFനുള്ളത്. അതേസമയം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6,000-നടുത്ത് വോട്ടുകൾ മാത്രമാണ് UDFനുള്ളത്. പക്ഷേ അവിടെ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് LDF ആണ്. അപ്പോൾ LDFന് അവിടെ ശക്തിയില്ല എന്നുള്ളതല്ല, പക്ഷേ LDFന്റെ വോട്ടുകൾ കൃത്യമായി BJPയിലേക്കല്ല പോകുന്നത്, UDFിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്.